യുദ്ധത്തിന്റെ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവരിത് എവിടെ പോയി കിടക്കുവോ? മോളെ ഈ പിന്നൊന്ന് കുത്തി തരുമോ? രാജമാത എന്നെ വിളിച്ചോ, ഞാനിവിടെ ഉണ്ട്. അയ്യോ കട്ടപ്പ, പിന്നീത് കുത്തുവോന്നല്ല, പിന്നൊന്ന് കുത്തുവോന്ന് ചോദിച്ചേ. അവിടെ ഇരുന്നു, കുഞ്ഞു ഒന്നെ കുത്തിക്കോളൂ. കുത്തുകൊണ്ട് ചത്തേ. അമ്മ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-40 കൊല്ലമായി. കോമഡി വന്നിട്ട് 10-200 കൊല്ലമായി. നമുക്ക് യുദ്ധത്തിന്റെ പ്ലാനിങ്ങിലേക്ക് എടുക്കണ്ടേ? കടക്കണം. ആദ്യം കാർന്നോമാരുടെ അനുഗ്രഹം മേടിക്കണം. ഏത് കാരണം? ഒരു പിങ്കളദേവന്റെ. എനിക്ക് ഒന്നാമത് അങ്ങേരെ കണ്ണെടുത്താ കണ്ടൂടാ. ഇപ്പൊ കൂടെ വരുന്ന വഴിക്ക് ഞാനും അങ്ങേരും തമ്മിൽ ചെറുതായി ഒന്ന് വരച്ചുള്ളൂ. പിന്നെ ആ ഒരു കൈ തളർന്നിരിക്കുന്നവനെ ഞാൻ എന്താ ഒന്നും ചെയ്യാത്തെന്നറിയോ? എന്താ? കണ്ട് ഒരു കൈ മാത്രമേ തളർന്നിട്ടുള്ളൂ. അല്ല ബാഹു, നീ കാലകേനെ പറ്റി പറ. കാലകേൻ വളരെ ശക്തിശാലിയാണ്, വളരെ വലിയൊരു സൈന്യം അവർ. നിർത്ത്. നിനക്കെന്തത്ര ഗാംഭീര്യം? നീ രാജാവായിട്ടില്ലല്ലോ. ഇല്ല. ആവാൻ പോണല്ലോ. ഗാംഭീര്യം ഇല്ലാതെ പറ. ഓക്കെ. കാലകേയൻ അടിപൊളിയാണ്, ഇവൻ നീ ഗൗരവത്തിൽ തന്നെ പറഞ്ഞാ മതി. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. കാലകേയൻ വളരെ ശക്തിശാലിയാണ്, അതുകൊണ്ട് നല്ല പ്ലാനിംഗ് ഉണ്ടെങ്കിലേ നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയൂ. അത്ര ശക്തിശാലിയാണെങ്കിൽ ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? അതോർത്തമ്മ പേടിക്കണ്ട. രാജമാതയെ സാക്ഷിയാക്കി, മഹിഷ്മതി ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, എന്ത് വില കൊടുത്ത് ഞാൻ ഈ യുദ്ധം ജയിച്ചിരിക്കും എന്നാണ് തോന്നുന്നത്. നിനക്കെങ്ങനെ കാലകേനെ കുറിച്ച് ഇത്ര അറിവ് ലഭിച്ചത്? അത് ഞാനൊരു ചാരനെ പൊക്കാൻ നൈസിൽ അവരുടെ കൊള്ള സംഘത്തിൽ കയറിപ്പറ്റി, അങ്ങനെ കണ്ടെത്തിയതാ. ശരിക്കും? സംശയമുണ്ട്, അതാ നോക്കിയ തെളിവുണ്ട്. കണ്ടിട്ട് എന്ത് തോന്നുന്നു അമ്മേ? എന്റെ കഴിവ് കണ്ടിട്ട് എന്നെ സിംഹാസനത്തിൽ കയറ്റിയിരുത്താൻ തോന്നുന്നില്ലേ? നിന്നെ മുള്ളുമുറുക്കി കയറ്റിയിരുത്താനാ തോന്നുന്നേ. അയ്യോ ഇതല്ലേ, മാറിപ്പോയി. പ്ലാനിലേക്ക് കിടക്കാം. അതൊക്കെ പോട്ടെ, യുദ്ധത്തിൽ തെക്ക് വശം നമുക്ക് പൽവാൾ ദേവന് കൊടുക്കാം. അവിടെ ഒരു 1500 പടയാളികൾ മതി. ബാഹു, പറയാമേ. വടക്ക് എന്തൊക്കെയാണ് വേണ്ടത്? വടക്ക് പരിപ്പോടെയാണെങ്കിൽ പരിപ്പ് വെക്കണം, ഉഴുന്നുവടയാണെങ്കിൽ ഉഴുന്നാട്ടണം. പക്ഷെ ഇരുന്നാട്ടണം, അതാണ് ഒരു ബുദ്ധി. ഇങ്ങനെ ഇരുന്നാട്ടാനല്ല ഞാൻ പറഞ്ഞത്. വടക്ക് വശത്ത് യുദ്ധത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്? വടക്ക് വശത്ത് യുദ്ധത്തിന് എനിക്ക് 2000 പടയാളികൾ വേണം. പിന്നെ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഞാനൊരു ആനപ്പട ഇടാം. അവിടെ ആനയ്ക്കോടാനുള്ള സ്ഥലമില്ലല്ലോ. ശരി, എന്നാ ഞാനിവിടെ ഒരു കുതിരപ്പട ഇടാം. അവിടെ കുതിരയ്ക്കോടാനുള്ള സ്ഥലമില്ല ബാഹു. എന്നാ ഞാനിവിടെ ഒരു അമ്പ് വിടുന്ന മെഷീൻ ഇടാം. അമ്പ് വിടുന്ന മെഷീൻ ഇവിടെ ഇടാന്നാണോ നീ പറയുന്നത്? പിന്നെ എനിക്കിവിടെ പാനിപ്പൂരി കട ഇടാൻ പറ്റുമോ? ചോദിക്കുന്നതിനൊക്കെ തർക്കുത്തരം പറഞ്ഞ അവസാനം യുദ്ധം എങ്ങാനും തോറ്റ അവര് കുന്തം കൊണ്ട് നിങ്ങളുടെ തലയുടെ 4 ഭാഗത്തും തുളയിടും. എന്നിട്ട് അതാ നടുവിൽ റെഡ് കോയിൻ ഉണ്ടല്ലോ, ഒരു ക്യാരം ബോർഡ് കളിക്കുമായിരിക്കും. ബാഹു, നീ അമ്മയെ അപമാനിക്കാൻ തുടങ്ങിയല്ലേ? ആരോരുമില്ലാത്ത നിന്റെ അമ്മ ഈ കയ്യിലേക്ക് പെറ്റിങ്ങോട്ട് ഇട്ടു തന്നത്. ഞാൻ ഇത്ര ഇമോഷൻ ഇട്ടിട്ട് നീ എന്താണ് റിയാക്ഷനിലാണ് നിൽക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലായില്ല. എന്ത്? കയ്യിലെന്തിനാ പെറ്റി കൊടുത്തു വരുന്നത്? ഇവരൊക്കെ ഉണ്ടാക്കിയ നേരം എന്താണ് ഒന്നുമില്ല, യുദ്ധത്തിന്റെ പ്ലാൻ ഉണ്ടാക്കാന്ന് പറയായിരുന്നു. പ്ലാൻ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ദാ കണ്ടില്ലേ, ഈ പട തെക്ക് നിന്നും വരുന്നു പൽവാൾ ദേവന്റെ. ശരി. ഇത് വടക്ക് നിന്നും വരുന്നു എന്റെ. ഓക്കെ. അല്ല, മെതേ പട ഇതെവിടുന്ന് വരുന്നു?